ഹലോ ഗൈസ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ കുറച്ച് വീഡിയോ ഒക്കെ മാത്രമേ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളൂ. മൊത്തം ഒന്നും അങ്ങനെ എടുക്കാണ്ട് നമുക്ക് പറ്റത്തില്ലേ. അപ്പോഴത്തേക്ക് രാവിലെ തൂത്തുവാരും തുടക്കലൊക്കെ കഴിഞ്ഞു. കിച്ചുകൊണ്ടും കാച്ചിക്കൊണ്ടും രാവിലത്തെ കഴിക്കാനൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിന്ന് കണ്ണിയയില മീനാണ് കിട്ടിയത്. വലിയ കണ്ണിയയിലയില്ലേ, അതാണ്. അന്നേരത്തേക്കും കണ്ണിയയിലെല്ലാം വെട്ടുവാണ്. അത് നമ്മൾ പൊളിച്ചെടുക്കുന്ന മീനാണ്. രണ്ട് സ്ഥലത്തും അരം പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ കളഞ്ഞിട്ട് വാലും ചിറകും എല്ലാം കണ്ടിച്ച് കളഞ്ഞ് തൊലിയും പൊളിച്ചെടുത്ത് തല വെച്ചിട്ടാണ് വെട്ടുന്നത്. വലിയ തലയായതുകൊണ്ട് തലയും കൂടെ കളഞ്ഞ് പിന്നെ നമുക്ക് മീനൊന്നും കാണത്തില്ല. അതുകൊണ്ട് ഇന്ന് തലയൊക്കെ വെച്ചാണ് വെട്ടുന്നത്. അപ്പം മീനിൻ്റെ തലയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പം അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇന്ന് ഒത്തിരി ട്വിസ്റ്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ചക്ക വെട്ടുന്നതും പിന്നെ കരിക്ക് വെട്ടുന്നതും പിന്നെ എന്നെ സഹായിച്ച കിച്ചിക്കുട്ടനാണ്. കിച്ചിക്കുട്ടൻ സഹായിക്കുന്നതും എല്ലാം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടും കാണാനായിട്ട് ശ്രമിക്കണേ. പിന്നെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. 597 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. നാളത്തേക്കാവുമ്പോഴത്തേക്കും 600 കഴിയും. ഇതിപ്പോൾ ഞാൻ രാത്രിയിലാണ് കേട്ടോ വീഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോഴത്തെ മീനെല്ലാം വെട്ടി കറി വെക്കുവാണ്. കറി വെക്കുന്ന വീഡിയോ ഒന്നും ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. വൈകിട്ടെന്ന് വെച്ചാൽ ഞാൻ പകലെല്ലാം വീഡിയോ എല്ലാം എടുത്ത് വെച്ചു. സെറ്റ് ചെയ്യാനായിട്ടൊന്നും സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ വൈകിട്ടാണ് ഇതെല്ലാം ഇരുന്ന് സെറ്റ് ചെയ്യുന്നത്. എല്ലാവരും ഉറങ്ങിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും. അല്ലാതെ എനിക്ക് സമയം കിട്ടത്തേ ഇല്ല കേട്ടോ. ഇപ്പോൾ ഷോർട്ട് വീഡിയോ എല്ലാം കൂടി ഇടുന്നത് കൊണ്ട് സമയമേ ഇല്ല. ലൈവ് ഒന്നും വരാനായിട്ടൊന്നും സമയം കിട്ടുന്നില്ല കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാവേ. അപ്പോഴത്തേക്കും നമ്മുടെ കറി റെഡിയായി വരുന്നുണ്ട്. പിന്നെ ബാക്കി ഇന്നത്തെ കറികളുടെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. തോരനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഒരു വീഡിയോ മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ, കുക്കിങ്ങിൻ്റെ മീൻ കറിയുടേത്. അപ്പോഴത്തേക്കും നമ്മുടെ കണ്ണിയേലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന കണ്ണിയേലക്കറി. അതിൻ്റെ കൂടെ ലാസ്റ്റ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കറി ഇവിടെ റെഡിയായി. അതിനിടയ്ക്ക് കാശിക്കുട്ടന് റാഗിപ്പൊടിയുടെ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കഴിക്കാനൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പാത്രം എല്ലാം കഴുകാൻ കിടക്കുന്നു. പാത്രം എല്ലാം കഴുകി വാഷ് ബേസിനും എല്ലാം കഴുകി വൃത്തിയാക്കി തുടച്ച് എല്ലാം ഇട്ടിരിക്കുവാണ്. ഗ്യാസും എല്ലാം തുടച്ചു എല്ലാം അടുക്കി പെറുക്കി അടുക്കളയിലെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു. അന്നത്തേക്ക് നല്ല ക്ഷീണമായി. അപ്പോഴത്തേക്കും നല്ല കുരുവില്ലാത്ത മുന്തിരിങ്ങയില്ലേ, അതിടയ്ക്ക് കഴിക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട്. പിന്നെ അന്നേരത്തേക്കും വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. വലിയ തുണിയൊക്കെ മെഷീനിലാണ് ഇടുന്നത്. കാരണം എൻ്റെ കൈക്ക് നല്ല വേദനയുണ്ട് ഇടയ്ക്കിടയ്ക്ക് മസിലിനൊക്കെ. അപ്പോഴത്തേക്കും വലിയ തുണി വാഷിംഗ് മെഷീൻ ഇടും, ചെറിയ തുണിയൊക്കെ കല്ലേലും കഴുകും. അങ്ങനെയാണ് എനിക്കിഷ്ടം. കല്ലിൽ കഴുകുന്നതാണ് ഏറ്റവും ഇഷ്ടം. പക്ഷേ ഇന്ന് കൈവേദനയൊക്കെ ഉള്ളത് കൊണ്ട് മെഷീനിലങ്ങ് ഇട്ടതാണ് വലിയ തുണി മാത്രം. എന്നിട്ട് ഞങ്ങൾ ഇടയ്ക്ക് കുറച്ച് നേരം കളിക്കാൻ വേണ്ടി പ്ലാവിൻ ചൂട്ടിലേ നമ്മുടെ അവിടെ പോയിരുന്ന് കളിക്കുവേ. കിച്ചുകൂട്ടൻ അന്നേരം അപ്പുറത്തെ കാറൊക്കെ ഓടിക്കുമായിരുന്നു. അപ്പോൾ കാശിനെ ഞാനിവിടെ ഇരുത്തി ഇങ്ങനെ കളിപ്പിക്കുവാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തുണ്ട്, നമ്മൾ കരിക്ക് വെട്ടാൻ പോവാണ്. രാവിലേട്ടനോട് കരിക്ക് വെട്ടി തരാൻ പറഞ്ഞപ്പോൾ രാവിലേട്ടൻ വെട്ടി തന്നില്ലേ. അപ്പോഴത്തേക്കും ഫോൺ പിടിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ തന്നെ പിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഫോണൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഞാൻ തന്നെ വെട്ടുവാണ്. അപ്പോഴത്തേക്കും ഞങ്ങൾ കുഞ്ഞിലെ ആണെങ്കിലും വീട്ടിൽ നമുക്ക് കരിക്കൊന്നും വെട്ടിത്തരാനായിട്ട് ആരും ഇല്ലായിരുന്നേ. ആരും ഇല്ലല്ലോ. അപ്പോഴത്തേക്കും തന്നെ വെട്ടിയൊക്കെ ശീലമുണ്ട്. അപ്പോഴത്തേക്കും നല്ല കരിക്ക് കഴിക്കാൻ വേണ്ടി ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എന്നിട്ട് കിച്ചിക്കുട്ടനും കരിക്കൊക്കെ വലിയ ഇഷ്ടമാണ്. ആ സമയത്ത് കാശി ഉറക്കമായിരുന്നേ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നത്തെ അടുത്ത് ചക്കയാണ് എൻ്റെ ഏര. ചക്ക കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭ്രാന്താണ്. പച്ചച്ചക്കയും പുളിച്ച ചക്കയും എല്ലാം നന്നായിട്ട് കഴിക്കും. ചെറുതായിട്ട് പുളി വരത്തില്ലേ, അതാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പോൾ ചക്ക കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരും എല്ലാവരും ഓടി വന്ന് വീഡിയോയും കണ്ട് ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്തേക്കണേ. അപ്പോൾ ചക്കയും കഴിഞ്ഞു. ചക്കയെല്ലാം വെട്ടി അടർത്തിയിടുന്നത് പാത്രത്തിൽ വീഴുന്നതിലും കൂടുതൽ എൻ്റെ വായിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ രാവിലെ അവിടെ ഇരുന്ന് കളിയാക്കുന്നുമുണ്ട്, നിൻ്റെ വായിലോട്ടാണല്ലോ ചക്ക പോകുന്നത്, പാത്രത്തിലൊന്നും ഇല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാതെ എൻ്റെ ശ്രദ്ധ ചക്കയിൽ തന്നെയാണ്. ചക്ക കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. ഒന്നും കഴിച്ചില്ലേലും കുഴപ്പമില്ല, ഒരു ചക്ക മൊത്തം ഞാൻ വേണമെങ്കിൽ കഴിച്ചോളും. ഇപ്പോൾ കാണാൻ ഞാൻ ഇടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം രാവിലെ വീഡിയോ എടുത്ത് തരുന്നുണ്ട്. ആ സമയത്തൊക്കെ വീഡിയോ എടുക്കാൻ വന്നായിരുന്നു കേട്ടോ. ചക്കയെല്ലാം അടർത്തി ഇടുവാണ്. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇന്ന് തന്നെ കിച്ചുകുട്ടൻ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. കിച്ചുകുട്ടൻ അങ്ങനെയാണ് കേട്ടോ, എല്ലാ കാര്യത്തിലും സഹായിക്കാൻ വേണ്ടിയിട്ട് ഓടി വരുവേ. ചക്ക ഇഷ്ടമുള്ളവരൊക്കെ ഓടി വായോ.
ചക്ക കിട്ടാത്ത ആൾക്കാരൊക്കെ പറഞ്ഞാൽ മതി, നമ്മുടെ ഇങ്ങോട്ട് വന്നാൽ ചക്കയൊക്കെ തരാം കേട്ടോ, ചക്ക സീസൺ ആകുമ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കിച്ചുകുട്ടൻ ദേ കാശിനെയായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കാശി എഴുന്നേറ്റ് വന്നായിരുന്നു. അപ്പം അങ്ങനെ രണ്ടുപേരും കൂടെ നടന്നോളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. കാശിനെ അങ്ങനെ എപ്പോഴും വെളിയിൽ ഇറക്കാറില്ല, ഇടയ്ക്കൊക്കെ ഇറക്കാറുള്ളത്, എല്ലാമൊക്കെ മെറ്റിലൊക്കെ വരുന്നത് കൊണ്ട്. പിന്നെ ഞാനും കൂടെ ഇരിക്കുമ്പോൾ അല്ലാതെ അവനെ ഇറക്കത്തേ ഇല്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തേ തുണിയെല്ലാം അലക്കിയിട്ടതെല്ലാം പെറുക്കിയെടുക്കുന്നുണ്ട്. അന്നേരത്തേക്കും കിച്ചുക്കുട്ടൻ എനിക്ക് ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ച് തരുവാണ്. കിച്ചുക്കുട്ടനാണ് കേട്ടോ ഇപ്പോൾ ചെടിക്കെല്ലാം വെള്ളം ഒഴിക്കുന്നത്, അതെല്ലാം ചെയ്തോളും. കിച്ചുക്കുട്ടൻ അങ്ങനത്തെ മടിയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. അവനോട് ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കും, അമ്മേനെ സഹായിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതനുസരിച്ച് കിച്ചുക്കുട്ടൻ അതൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ പിള്ളേരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മിറ്റമെല്ലാം അടിച്ച് വാരുവാണ്. നമുക്ക് ഇഷ്ടംപോലെ കരിയിലയുണ്ട്. നമ്മുടെ ഹോം ടൂർ വീഡിയോയിലും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്ലാവിൻ്റെ ഇലയും പിന്നെ നമ്മുടെ ആ വാതിക്കലത്തെ റബ്ബറിൻ്റെ അതെല്ലാം ഇലയെല്ലാം കൂടെ വരും. അപ്പോഴത്തേന് നല്ലതായിട്ട് അടിച്ച് വൃത്തിയാക്കി എല്ലാം ഇട്ട് മിറ്റം അടിക്കാൻ തന്നെ ഒരു 1/4 മണിക്കൂറോളം വേണം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ സൈഡിലെ കരിയില ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തുമാത്രം കരിയിലയാണ് ഉള്ളതെന്ന്. നമ്മുടെ അല്ല, വേറെ വീട്ടുകാരുടെ റബ്ബറിൻ്റെയാണ്. എന്നാലും നമുക്ക് തൂക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ വഴിയെല്ലാം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇട്ടേക്കുവാണ് കേട്ടോ കരിയിലയൊക്കെ. അത് കഴിഞ്ഞിട്ട് അടിച്ച് കഴിഞ്ഞിട്ടുള്ളതാണിത്. പിന്നെ അതെല്ലാം സൈഡിലോട്ട് ഒതുക്കിയിട്ടേക്കുന്നത് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കിച്ചുകുട്ടൻ്റെ ദേഹമൊക്കെ കഴുകി ഉടുപ്പൊക്കെ മാറുവാണ്. രാവിലെയാണ് കുളിപ്പിക്കുന്നത്, വൈകുന്നേരം ദേഹം കഴുകും. പക്ഷേങ്കിൽ 4 മണിക്ക് ശേഷം തല കഴുകാറില്ല കേട്ടോ, പിള്ളേർക്ക് പെട്ടെന്ന് പനി വരുവേ. അപ്പോഴത്തേക്ക് ആശിക്കുട്ടനെ ദേഹമൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അടുത്തത് എൻ്റെ കുളിയും അലക്കും ഒക്കെയാണ്. 2 തവണയാണ് കേട്ടോ ദിവസം അലക്കുന്നത്. രാവിലെ അലക്കും, വൈകുന്നേരം അലക്കും. പിന്നെ ഇവന്മാരുടെ കുരുത്തക്കേടിനനുസരിച്ച് വീണ്ടും ഇടയ്ക്കിടയ്ക്കൊക്കെ അലക്കുകൾ കൂടും. അപ്പോഴത്തേക്ക് ആച്ചി എണ്ണയൊക്കെ തേച്ചാണ് കേട്ടോ ഞാൻ കുളിക്കുന്നത്. അത് കണ്ടോ ഗൈസ്, എൻ്റെ മുടിയെല്ലാം പൊഴിയാനായിട്ട് തുടങ്ങി, നന്നായിട്ട് പൊഴിയാൻ തുടങ്ങുന്നുണ്ട്. ചൂടിൻ്റെ ആണെന്നൊക്കെ അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് വരുവാണ്. ആ ബക്കറ്റും കൊണ്ട് പോകുന്നത് വേറെ എങ്ങോട്ടും അല്ല കേട്ടോ, അടുത്ത ട്രിപ്പ് തുണി കഴുകിയത് വിരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ തുണി വിരിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ കിച്ചുകുട്ടന് നമ്മുടെ പോപ്കോണില്ലേ, അല്ല വിളക്ക് വെക്കണം. വിളക്ക് വെച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പോപ്കോൺ. കിച്ചുകുട്ടനാണ്, എനിക്ക് വിളക്ക് വെക്കത്തില്ലായിരുന്നു, അന്നേരത്തേക്കും കിച്ചുകുട്ടനാണ് വിളക്ക് ഇന്നും വെക്കുന്നത്. അവന് അതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സന്ധ്യയാകുമ്പോൾ 6 മണിയാകുമ്പോഴേ തുടങ്ങും, അമ്മയെ വിളക്ക് വെക്കാമെന്നും പറഞ്ഞ് അങ്ങനെ കിച്ചുകുട്ടന് വിളക്കൊക്കെ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്തത് പോപ്കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ പോപ്കോൺ എല്ലാം ഉണ്ടാക്കി നമുക്കിത് ഇത്രയും ഫ്ലേവറാണ് കേട്ടോ വരുന്നത്. മാജിക് ബട്ടർ എന്ന് പറയുന്നത് അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഞങ്ങൾക്കും അതാണ് ഇഷ്ടം, പിള്ളേർക്കും അതാണ് ഇഷ്ടം. ബാക്കിയൊക്കെ കുറച്ച് എരിവുള്ളതും ഉപ്പുള്ളതും ഒക്കെയാണ്. അപ്പോൾ പോപ്കോൺ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. പാക്കറ്റ് പൊട്ടിക്കുക, നേരെ പാത്രത്തിലോട്ടിടുക, ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ട് പൊട്ടി വരും. ആ സമയത്ത് നമ്മൾ അടപ്പെടുത്ത് അടച്ച് വെച്ചാൽ മതി. കുക്കറിനകത്ത് വേണമെങ്കിലും വെക്കാം. കുക്കറിനകത്ത് വെക്കുന്നതിലും എളുപ്പം ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുക്കർ കഴുകുന്നതിലും എളുപ്പമാണല്ലോ നമുക്ക് ഇതുപോലത്തെ പാത്രങ്ങൾ കഴുകാൻ. അപ്പോൾ അതേ ഒന്ന് നന്നായിട്ട് ചീനിച്ചിട്ട് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പാക്കറ്റ് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞ് അത് പൊട്ടി വരുമ്പോഴത്തേക്ക് അടപ്പ് വെച്ച് അടച്ച് വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ അടിപൊളി പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളൂ. ഇതിപ്പം കിച്ചുകുട്ടനും കാശിക്കുട്ടനും സന്ധ്യ കഴിയുമ്പോഴത്തേക്കും ചോറ് കൊടുക്കും, ഒരു 7:30-8 മണിയാകുമ്പോഴേ. അതും കഴിഞ്ഞിട്ടാണ് കേട്ടോ പോപ്കോണൊക്കെ ഉണ്ടാക്കി എല്ലാവന്മാർ ചോറിനത്തില്ലേ. അപ്പോൾ അതും ഞങ്ങളെല്ലാവരും കൂടെ TV ഒക്കെ കണ്ടുകൊണ്ട് കഴിച്ചു. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫും പിന്നെ ലൈവും എല്ലാം ചെയ്യാനായിട്ടൊക്കെ നോക്കാം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാൻ ശ്രമിക്കാം. താങ്ക് യു ഗൈസ്.